കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ചോറൂണ് വഴിപാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയുടെയും ശുഭപ്രതീക്ഷകളുടെയും ഫലമായി പൗരാണിക കാലം മുതൽ നടത്തിവരുന്ന വഴിപാടാണ് കുട്ടികളുടെ ചോറൂണ്. മുൻകാലങ്ങളിലെല്ലാം എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും കാലം ചെല്ലുന്തോറും ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഗുരുഭവനേശ സന്നിധിയിൽ വെച്ച് നടക്കുന്ന മംഗളകരമായ ചോറൂണിന് ഫലപ്രാപ്തിയും പ്രസക്തിയും ഏറെയായി. ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടി ഗുരുവായൂരിലെത്തുന്നവർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് നടത്തണമെന്ന് തീർച്ചപ്പെടുത്തി. ആയതിനാൽ തന്നെ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിവസവും ചോറൂണ് വഴിപാടിനായി ഗുരുവായൂർ സന്നിധിയിൽ എത്തിച്ചേരുന്നു. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാ ചടങ്ങുകൾക്കും ഒരു ഭദ്രദീപം തെളിയിച്ച് മംഗളകർമ്മങ്ങൾ ഭംഗിയായി നടത്തുക എന്നത് പൗരാണിക കാലം മുതൽ കണ്ടുവരുന്ന സമ്പ്രദായവുമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകമായ വിഭാഗങ്ങളിലുള്ളവരെ ഇക്കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ക്ഷേത്രം കോയ്മ. ഗുരുവായൂരപ്പ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളിലും ക്ഷേത്രത്തിലെ അകത്തെ കോയ്മയ്ക്ക് പ്രധാന ചുമതലകളും ഉണ്ട്. രാവിലെ 3 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രം നട തുറക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ അകം കോയ്മ ക്ഷേത്രത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കും. ഗുരുവായൂരപ്പ ഭഗവാന് വേണ്ടി അഹോരാത്രം ബദ്ധശ്രദ്ധനായി പ്രവർത്തിക്കുക എന്നത് അകംകോയ്മയുടെ ചുമതലയാണ്. നിർമാല്യം മുതൽ രാത്രി തൃപ്പുക കഴിഞ്ഞ് നട അടയ്ക്കും വരെ ക്ഷേത്രകാര്യങ്ങളിൽ അകംകോയ്മയുടെ മുൻകരുതലുകൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധം കോയ്മ പ്രവൃത്തി വ്യാപൃതമാണ്. 1971 വരെ ഭഗവത് പ്രസാദമായ കളഭം, ഉണ്ടമാല, തിരുമുടിമാല, പാലഭിഷേകം എന്നിവ രസീതി പ്രകാരം നൽകേണ്ട ചുമതലയും അകംകോയ്മയുടേതായിരുന്നു. പഴം, പഞ്ചസാരയും പായസവും ഭാര്യർമാർ നൽകും. ഇതെല്ലാം നാലമ്പലത്തിനകത്ത് വെച്ച് ലഭിക്കും. കോയ്മ മുറി എന്ന പേരിൽ നാലമ്പലത്തിനകത്ത് പ്രത്യേകം ഒരു മുറിയുമുണ്ട്. ക്ഷേത്രത്തിൽ ചോറൂണിനും വിവാഹത്തിനും നൈവേദ്യങ്ങൾ നൽകാനും വാഹനങ്ങൾ പൂജ ചെയ്യാനും കാലക്രമേണ കോയ്മമാരെ നിശ്ചയിച്ചുവെങ്കിലും ഒരു ശമ്പള സ്കെയിലിലുള്ള തസ്തിക അകംകോയ്മ മാത്രമാണ്. ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളോടനുബന്ധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരായതിനാൽ ബ്രാഹ്മണ സമുദായക്കാരെയാണ് കോയ്മയായി നിശ്ചയിക്കുക പതിവ്. ഇപ്രകാരം ക്ഷേത്രത്തിൽ 2 തസ്തികയാണ് അകംകോയ്മ. പുരാതന കാലം മുതൽ മറ്റു തസ്തികളെ പോലെ തന്നെ നിയമാനുസൃതമായ ശമ്പള വ്യവസ്ഥകളും നിലവിലുണ്ട്. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂണ് എന്നിത്യാദി ചടങ്ങുകൾക്ക് ഗുരുവായൂരപ്പ ഭഗവാന്റെ പ്രതിനിധിയായി പൗരോഹിത്യം വഹിക്കുന്ന ചുമതല കൂടി പണ്ടുകാലങ്ങളിൽ കോയ്മ നിർവഹിച്ചിരുന്നു. കാലക്രമേണ ഭക്തജന തിരക്ക് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ക്ഷേത്രകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്താൻ സമയം പോരാതായപ്പോൾ ഇത്തരം ചുമതലകളിൽ നിന്നും അകംകോയ്മയെ ഒഴിവാക്കി പകരം മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഈ ചോറൂണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പിറക്കുന്ന കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ കണ്ണനായി കാണുക, കണ്ണനാമുണ്ണിയായി വളർത്തുക എന്നത് ഭക്തരുടെ ശീലമാണ്. ഉണ്ണി പിറക്കും മുൻപേ ചോറൂണ് ഗുരുവായൂരിൽ നിന്ന് തീരുമാനിക്കും. ആദ്യം അന്നം നുണയുന്ന അന്നപ്രാശനം കണ്ണൻ്റെ തിരുനടയിൽ നടത്തും. 5 മാസം കഴിഞ്ഞ് 6 മാസം തികയുന്നതിന് മുൻപാണ് ചോറൂണ് നടത്തുക. ഇപ്പോൾ മുതിർന്നവർ പോലും ചോറൂണ് വഴിപാടായി നടത്തുന്നത് കാണാറുണ്ട്. പേരിടലും ചോറൂണും ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളാണ്. വ്യക്തി മരിച്ചാലും പേരു നിലനിൽക്കുമല്ലോ. കുട്ടി അന്നവും രുചിഭേദങ്ങളും നുകർന്ന് സമൂഹത്തെ അറിയുന്നത് ചോറൂണ് മുതലാണ്. ചോറൂണിന് മുൻപേ അമ്മിഞ്ഞപ്പാൽ മാത്രം രുചിക്കുന്ന കുഞ്ഞ് ഈശ്വര തുല്യനാണ്. കണ്ടാൽ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് തൊഴണമത്രേ. അതുകൊണ്ടാകാം ചന്ദനം തൊടുന്നതും നാലമ്പലത്തിൽ കയറി തൊഴുന്നതും ചോറൂണ് കഴിഞ്ഞു വേണമെന്ന് നിർബന്ധമാക്കിയത്. പേര് വിളിച്ചു വേണം ചോറൂണ് നടത്താനെന്നും ഉണ്ട്. ചോറൂണ് ഹാളിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ മടിയിൽ കുട്ടിയെ ഇരുത്തും. നാക്കിലയിൽ ഭഗവാന് നിവേദിച്ച നേദ്യച്ചോറ്, നെയ്പ്പായസം, കദളിപ്പഴം, ഇതിനു പുറമെ ഉപ്പ്, പപ്പടം, ഓലൻ, മോരുകറി, കൂട്ടുകറി എന്നിവ വിളമ്പും. കുട്ടിക്ക് സേവിക്കാൻ കോയ്മ അച്ഛൻ്റെ കയ്യിൽ തീർത്ഥം നൽകും.
ചന്ദനം തൊടിയിക്കും. അച്ഛൻ ഒരു ചെവി അടച്ചു പിടിച്ച് മറ്റേ ചെവിയിൽ 3 വട്ടം പേര് വിളിക്കും. അടുത്ത ചെവിയിലും ആവർത്തിക്കും. ആദ്യം മധുരം രുചിക്കും. ഇലയിൽ നിന്ന് ഭഗവാന് നിവേദിച്ച ഉഷപ്പായസം പിന്നെ വിവിധ രുചികൾ നാവിൽ പകരും. ഉപ്പും പുളിയും ചവർപ്പും എരിവുമെല്ലാം കുഞ്ഞ് തിരിച്ചറിയും. പുതിയ രുചിഭേദങ്ങൾ അനുഭവിച്ച് സമൂഹത്തിൻ്റെ ഭാഗമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂണിന് മാത്രമായി ശങ്കരസുബ്ബൻ എന്ന ഒരു കോയ്മയെ നിയമിച്ചത് 86 വർഷം മുൻപ് 1938 ജൂൺ 23-നാണ്. ജൂലൈ മുതൽ നിയമനം നൽകാനുള്ള സാമൂതിരി രാജയുടെ ഉത്തരവ് ഗുരുവായൂരിൻ്റെ ചരിത്രരേഖകളുടെ സൂക്ഷിപ്പുകാരനായ മുൻ ദേവസ്വം മാനേജർ അവരുടെ ശേഖരത്തിലുണ്ട്. ഒരു കാലത്ത് തമിഴ് ബ്രാഹ്മണർക്ക് നാലമ്പലത്തിനകത്ത് ബാതിൽ മാടത്തിൽ ചോറൂണ് നടത്തിയിരുന്നു. പിന്നീട് എല്ലാവർക്കുമായി കൊടിമരത്തിന് വടക്കുഭാഗത്ത് ചടങ്ങ് നടത്താൻ തുടങ്ങി. തിരക്ക് കൂടിയപ്പോൾ പടിഞ്ഞാറെ പത്തായപ്പുരയിലേക്കും പിന്നീട് കൂട്ടുപുരയിലെ 1-ാം നിലയിലേക്കും ചോറൂണ് മാറ്റി. 100 രൂപയാണ് ചോറൂണ് വഴിപാടിന് നിരക്ക്. ചടങ്ങിൻ്റെ ഫോട്ടോയ്ക്ക് 5 ചിത്രത്തിന് 100 രൂപ ദേവസ്വത്തിൽ നൽകിയാൽ മതി. ക്ഷേത്രത്തിൽ ഉഷനിവേദ്യം കഴിഞ്ഞ് പുലർച്ചെ 5 മണി മുതൽ ഉച്ചപൂജ നട അടയ്ക്കുന്ന 2 മണി വരെയും രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ 8:15 മുതൽ 9 മണി വരെയും ചോറൂണ് നടത്താം. ഏകാദശി, വാവ് ദിവസങ്ങളിലും ഉത്സവകാലത്ത് പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലും രാത്രി ചോറൂണ് ഇല്ല. ഇപ്രകാരമാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ്. ഇവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.